നമസ്കാരം. മിത്ത് വേഴ്സസ് ഫാക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പോളണ്ടിൽ എങ്ങനെ കമ്മ്യൂണിസം നശിച്ചു എന്ന്. അപ്പോൾ സന്ദേശം സിനിമയിൽ ജയറാം കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹംഗറിയിൽ എന്ത് സംഭവിച്ചു എന്ന്. 40 വർഷം മരിച്ച ആളെ, മൂരാച്ചി എന്ന് മുദ്രകുത്തിയ ആളെ പുറത്തെടുത്ത് ആദരിച്ചില്ല മനുഷ്യ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം? ആരെയാണ് ഈ അടക്കം ചെയ്തിട്ട് 40 വർഷങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് ആദരിച്ചത്? ആ കഥയാണ് ഇന്ന് പറയാൻ പോണത്. അത് പറയണതിന് മുമ്പ് കമ്മ്യൂണിസം എങ്ങനെ ഉണ്ടായെന്നും, എന്താണ് കമ്മ്യൂണിസം എന്നും, എന്താണ് ഈ സോവിയറ്റ് യൂണിയൻ എന്നും ഞാൻ ഒന്ന് ചെറുതായി പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യവസായ വിപ്ലവ കാലത്ത് മുതലാളിമാർ തൊഴിലാളികളെ ധാരാളം ചൂഷണം ചെയ്യുകയും മുതലാളിമാരുടെ ജീവിതം ഇങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ടും ഭയങ്കര സുഖസുന്ദരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും തൊഴിലാളികളുടെ ജീവിതം ധാരാളം ചൂഷണങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതായതുകൊണ്ട് ഈ ഒരു ഭയങ്കര അസമത്വങ്ങളും ചൂഷണങ്ങളൊക്കെ കണ്ട് കാറൽ മാർക്സ് എന്നൊരു സാമ്പത്തിക വിദഗ്ധനാണ് കമ്മ്യൂണിസം എന്നൊരാശയം കൊണ്ടുവരുന്നത്. എല്ലാവർക്കും സമത്വം, മുതലാളികൾക്ക് പകരം തൊഴിലാളികൾക്കൊക്കെ ഒരു ആധിപത്യം നൽകിയിട്ടുള്ള ഒരു ആശയങ്ങൾ, അങ്ങനെ പല ആശയങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കമ്മ്യൂണിസം എന്നൊരു ഇത് കൊണ്ടുവരുന്നത്, കാറൽ മാർക്സ് കൊണ്ടുവരുന്നത്. ഇത് മാർക്സിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് റഷ്യയിലെ സാർ ചക്രവർത്തിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുകയും ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് വ്ളാഡിമിർ ലെനിൻ അധികാരത്തിൽ വരികയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതാണ് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്നത്. ഇതിനാണ് റഷ്യൻ വിപ്ലവം എന്നും പറയുന്നത്. അങ്ങനെ റഷ്യൻ വിപ്ലവം വഴി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ലെനിൻ അധികാരത്തിൽ വന്ന ഈ ഒരു സംഭവമാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടാവുന്നതും. പിന്നെ തുടർന്ന് USSR, സോവിയറ്റ് യൂണിയൻ ഉണ്ടാവണത്. ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അന്നത്തെ റഷ്യയാണ്, അല്ല ഇന്നത്തെ റഷ്യ എന്ന് പറയുന്നത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ. അങ്ങനെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ശേഷം, ലോകയുദ്ധത്തിന് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും, വാണിജ്യങ്ങൾ, വ്യവസായങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്നതും ഒക്കെ സോവിയറ്റ് യൂണിയനായിരുന്നു. ഈ സോവിയറ്റ് യൂണിയൻ ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ ഒരു കോട്ട പോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നിർത്തുകയും ഇവരെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് ആയാലും കറൻസി ആയാലും എല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബേസ്. ഈ USSR പിന്നെ ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹംഗറീനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം കഴിഞ്ഞതിൽ ധാരാളമായിട്ട് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഹംഗറിയുടെയൊക്കെ നിന്ന് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ ഹംഗറിയിൽ ധാരാളം യുറേനിയം ഉണ്ടായിരുന്നു. ഈ ഒരു യുറേനിയം ഇവർ ധാരാളമായിട്ട് കൈക്കലാക്കി വ്യവസായശാലകളിൽ നിർമ്മിക്കണ പ്രൊഡക്ട്സ് അത് നിർബന്ധിതമായിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു സോഷ്യലിസ്റ്റിക് കൃഷി എന്നൊരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. സോഷ്യലിസ്റ്റിക് കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡുകളൊക്കെ കണ്ടായിട്ടുള്ളതാണ്. അവിടുത്തെ കാർഷിക വൃത്തി അതിനൊക്കെ ധാരാളമായിട്ട് നശിപ്പിച്ചു, പ്രൊഡക്ഷൻ കുറച്ചു. സംഭവം അതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലുള്ളതെങ്കിലും അതൊരു യൂട്ടോപ്യൻ ആശയമായിരുന്നു. ഇത് അവിടുത്തെ കാർഷിക മേഖലനെ നശിപ്പിച്ചു, ധാരാളമായിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി, പിന്നെ അവിടുത്തെ രാഷ്ട്രീയ അടിച്ചമർത്തലുണ്ടാക്കി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഹംഗറീനെ ധാരാളമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. പോളണ്ടിനെ, ഹംഗറീനെ മാത്രമല്ല മറ്റു ചുറ്റുമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെയും ഈ സോവിയറ്റ് യൂണിയൻ ഇതുപോലെ ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ആരെയാണ് ശവക്കല്ലറ പുറത്തെടുത്ത് ആദരിച്ചത് എന്നുള്ള കഥയാണ് പറയണത്. അതിലേക്കാണ് ഇനി ഞാൻ വരാൻ പോണത്. അയാളുടെ പേരാണ് ഇമ്രെ നാഗി എന്ന് പറഞ്ഞിട്ടുള്ള
ഹംഗേറിയൻ വിപ്ലവത്തിൻ്റെ നേതാവ്, കമ്മ്യൂണിസത്തിനെതിരെ പ്രതികരിച്ച ഹംഗേറിയൻ വിപ്ലവത്തിൻ്റെ നേതാവുമായിരുന്നു ഇമ്രെ നാഗി. ഒരു വിരോധാഭാസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അങ്ങനെ ഇമ്രെ നാഗിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇമ്രെ നാഗി ഏറ്റവും ആദ്യം ഓസ്ട്രോ ഹംഗറിയിൽ ഒരു ആർമിക്കാരനായിരുന്നു. അങ്ങനെ ഇയാളെ എന്തുണ്ടായി, ഇയാൾ ഈ ഓസ്ട്രോ ഹംഗറിയിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രോ ഹംഗറിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഇയാൾ ഇൻട്രസ്റ്റഡ് ആവുകയും ചെയ്യണത്. അങ്ങനെ റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൽ റെഡ് ആർമിക്ക് വേണ്ടിയിട്ട് ഇയാൾ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ 1944 ഹംഗറിയിൽ കമ്മ്യൂണിസം നിലവിൽ വരികയാണ്. തുടർന്ന് ഇയാൾ ഹംഗറിയിൽ കൃഷിമന്ത്രിയാവുകയും പിന്നെ ഹംഗറിയുടെ ആഭ്യന്തര മന്ത്രിയാവുകയും 1953 ഇമ്രെ നാഗി ഹംഗറിയുടെ പ്രസിഡൻ്റ് ആവുകയും ചെയ്തു. പക്ഷേ മറ്റുള്ളവരെ പോലെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല ഈ ഇമ്രെ നാഗി എന്ന് പറയുന്ന ഒരാൾ. ആൾ കുറച്ചുകൂടി ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ, കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഇയാൾ പ്രസിഡൻ്റ് ആയതിനു ശേഷം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു. നിർബന്ധിതമായിട്ടുള്ള വ്യവസായവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ഫോഴ്സിലുള്ള പലതരത്തിലുള്ള വ്യവസായവൽക്കരണങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രോഡക്ട്സ് മാത്രം ഇവിടെ ഹംഗറിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇതേ സെയിം സംഭവം തന്നെയാണ് പോളണ്ടിലും ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ എന്ത് സാധനങ്ങൾ വേണമായിരുന്നു അത് മറ്റുള്ള രാജ്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിന് വേണ്ടതില്ലാണ്ടാവുകയും ആ രാജ്യത്തിൻ്റെ എക്കണോമി താഴുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു രാജ്യത്തിന് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ ഹംഗറിയിലെ ഇമ്രെ നാഗി ഈ ഒരു നിർബന്ധിത വ്യവസായവൽക്കരണം മാറ്റി ഉപഭോഗ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടത് എന്താണ്, അപ്പോൾ അത് പ്രൊഡക്ഷന് മുൻതൂക്കം കൊടുത്തു. അങ്ങനെ ഇത് സോവിയറ്റ് യൂണിയനെ കമ്മ്യൂണിസ്റ്റ് ചൊടിപ്പിച്ചു. അങ്ങനെ ഒരു സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള മാത്യൂസ് രാക്കോസി ഇയാൾ 1955 ഈ ഇമ്രെ നാഗിയെ എതിർക്കുകയും അങ്ങനെ ഇമ്രെ നാഗിക്ക് അധികാരം നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ പിറ്റത്തെ വർഷം തന്നെ 1956 ഇമ്രെ നാഗി വീണ്ടും അധികാരത്തിൽ വന്നു. ഇവിടെ നിന്നാണ് പിന്നെ ഇമ്രെ നാഗി കമ്മ്യൂണിസത്തിനെതിരെ പൂർണ്ണമായിട്ട് തിരിയണത്. ഈ USSRൻ്റെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇമ്രെ നാഗി എതിർക്കുകയാണ് ഉണ്ടായത്. ഹംഗറിയിൽ സോഷ്യലിസം വരണമെന്ന് പറഞ്ഞു. ഈ വാഴ്സ കരാറിൽ നിന്ന്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സോവിയറ്റ് യൂണിയൻ്റെ സൈനിക സഖ്യമായിട്ടുള്ള വാഴ്സ കരാറിൽ നിന്ന് ഹംഗറി പിന്മാറി. മറിച്ച് ഇതിൻ്റെ എല്ലാം പുറമെ ഹംഗറിയിൽ കമ്മ്യൂണിസം നശിച്ച് ജനാധിപത്യം വരണമെന്ന് ഇമ്രെ നാഗി ആഗ്രഹിച്ചു. ഇത് സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസത്തിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അങ്ങനെ 1956 നവംബർ 4 സോവിയറ്റ് ടാങ്ക്, ഇവിടെ ധാരാളം വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നവംബർ 4 വലിയൊരു ടാങ്ക് കൊണ്ടുവന്നിട്ട്, സോവിയറ്റ് ടാങ്ക് കൊണ്ടുവന്നിട്ട് ഈ വിപ്ലവങ്ങളൊക്കെ സോവിയറ്റ് യൂണിയൻ അടിച്ചമർത്തി. പക്ഷേ ഇമ്രെ നാഗി യൂഗോസ്ലാവിയൻ എംബസി, അവിടെയുള്ള ഒരു എംബസിയാണ്, എംബസിയിൽ വന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഇമ്രെ നാഗിയെ USSR തടവിലാക്കാണ് ഉണ്ടായത്. അങ്ങനെ 1958 ജൂൺ 16 രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത് ഈ ഇമ്രെ നാഗിയെ. അങ്ങനെ ആരും അറിയാതെ ഒരു അജ്ഞാത ശവകുടീരത്തിൽ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് ഈ ഇമ്രെ നാഗിയെ സോവിയറ്റ് യൂണിയൻ വധിച്ച് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഹംഗറി, പോളണ്ട് നശിച്ചതുപോലെ തന്നെ ഹംഗറി ധാരാളമായിട്ട് എക്കണോമിക്കലി ഒക്കെ നശിച്ചുകൊണ്ടിരുന്നു.
സ്വാഭാവികമായിട്ടും ജനങ്ങളെല്ലാവരും കമ്മ്യൂണിസത്തിനെതിരെ തിരിഞ്ഞു. അവിടെ ധാരാളമായിട്ട് വിപ്ലവങ്ങൾ വന്നു. ഇത് പോരാഞ്ഞിട്ട് അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മിഖായേൽ ഗോർബച്ചേവ് ഉണ്ട്. ഈ മിഖായേൽ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞിട്ടുള്ള 2 ആശയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാണ് ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിൽ കുറച്ചുകൂടി കൂടുതൽ സുതാര്യത, അതുപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് ചെറു രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ രാജ്യങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഇടപെടില്ല എന്നൊക്കെയുള്ള ഒരു നയം കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറു മാറ്റങ്ങളായിരുന്നു ഗോർബച്ചേവ് കൊണ്ടുവന്നത്. പക്ഷേ അത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിഞ്ഞു പൊളിയാനായ വീട് പുതുക്കി പണിയണ പോലൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഇടിഞ്ഞു പൊളിയാനായ വീട് പുതുക്കി പണിയാൻ നോക്കിയപ്പോൾ ആ വീട് ഒന്നടങ്ങാൻ പൊളിഞ്ഞു വീണുണ്ടായത്. അതുപോലെയായിരുന്നു കമ്മ്യൂണിസം നശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ജനങ്ങൾ കമ്മ്യൂണിസത്തിൽ ആകെ സഹി കെട്ട് നിൽക്കുമായിരുന്നു. ചരിത്രങ്ങളാണ്, ഞാനിത് ഇതാക്കി പറയണതൊന്നുമല്ല, ചരിത്രങ്ങളാണ്. ഓൾറെഡി ധാരാളമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസത്തിൻ്റെ, സോവിയറ്റ് യൂണിയൻ്റെ ധാരാളമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ ഓൾറെഡി എക്കണോമിക്കലി പിന്നെ ഭക്ഷണപരമായിട്ട് ധാരാളം കാര്യങ്ങളിൽ ഇവർ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ ഈ കമ്മ്യൂണിസത്തിൽ വീർപ്പ് മുട്ടിയിരിക്കുന്ന നേരത്താണ് ഭരണത്തിൽ സുതാര്യതയും ഇനി എതിർക്കില്ല, മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എതിർക്കില്ല എന്നുള്ളതും ഒക്കെ അത് കൊണ്ടുവന്നപ്പോൾ വിപ്ലവകാരികൾക്കും കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്കും ഒരു ജനാധിപത്യം ആഗ്രഹിക്കുന്നവർക്കും ഇത് വലിയൊരു ചാൻസായി, ഇതൊരു വലിയൊരു വഴിയായി. അപ്പോൾ ഇത് എന്ത് ചെയ്തു? പുതുക്കി പണിയാൻ നോക്കുമ്പോൾ കമ്മ്യൂണിസത്തിന് എതിരെ തന്നെ തിരിഞ്ഞ് കമ്മ്യൂണിസം പൊളിയാണ് ഉണ്ടായത്. കൂടുതൽ വിപ്ലവം കൂടുതൽ രൂക്ഷമായി. അങ്ങനെ ധാരാളം കാര്യങ്ങൾ കമ്മ്യൂണിസം നശിക്കാനുണ്ടായിട്ടോ. പിന്നെ അതിന് ശേഷം ഹംഗറിയിൽ തന്നെ ഇത് ഇമ്രാനാഗിയുടെ മരണത്തിന് ശേഷം പിന്നെയും ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടായി. 1989 നവംബർ 9 ബെർലിൻ മതിൽ തകർത്തു. ഇത് കിഴക്കൻ ജർമ്മനിയായിട്ടുള്ള ഒരു കണക്ഷനും ഉണ്ടാക്കി അവിടുത്തെ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിനുള്ള വലിയൊരു റീസണായിരുന്നു. കൂടാതെ ഹംഗറി ഓസ്ട്രിയയുമായിട്ടുള്ള അതിർത്തി തുറന്ന്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഈസ്റ്റേൺ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പിലെ ധാരാളം ജനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ചൂഷണങ്ങളിൽ നിൽക്കുന്ന ധാരാളം ജനങ്ങൾക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയൊരുക്കി. ധാരാളം ജനങ്ങൾ അതിലൂടെ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ 1989 ഹംഗറി ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസം ഉപേക്ഷിച്ച് ഹംഗറി ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈ ഹംഗറിയിൽ നിന്ന് കമ്മ്യൂണിസം നശിക്കുകയും അവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് ശേഷം 1989 തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്രാനാഗിയെ അടക്കം ചെയ്ത് 33 വർഷങ്ങൾക്ക് ശേഷം ഇയാളുടെ ശവക്കല്ലറ കണ്ടെത്തി അവിടുത്തെ ജനങ്ങൾ ഈ ശവക്കല്ലറ പുറത്തേക്കെടുത്ത് ഇയാളെ ആദരിച്ചു. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി ബഹുമതി കൊടുത്തു. അങ്ങനെയാണ് ഹംഗറിയിൽ കമ്മ്യൂണിസം നശിക്കുന്നത്. ഇനി കമ്മ്യൂണിസത്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാശയമല്ല കമ്മ്യൂണിസം എന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെറിയൊരു കയ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ സത്യത്തിന് എപ്പോഴും കയ്പായിരിക്കും. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള വാക്യങ്ങൾ കാണുക. കമ്മ്യൂണിസം എപ്പോഴും ഒരു ഏകാധിപത്യത്തിന് വഴിവെക്കും. ചരിത്രം അത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ്. ഏറ്റവും ആദ്യത്തിലുള്ള നേതാവായിട്ടുള്ള ലെനിൻ, സ്റ്റാലിൻ, മാവോ, പോൾപോട്ട്, പിന്നെ ഇപ്പോൾ അടുത്ത് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി നിക്കോളാസ് മഡ്യൂറോ ഒരു ഏകാധിപതിയായിരുന്നു. നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കിം ജോങ് ഉൻ ഒരു ഏകാധിപതിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കിം ജോങ് ഇൽ ഒരു ഏകാധിപതിയാണ്. ഇയാളുടെ അച്ഛൻ കിം മിൽ സുൻ ഒരു ഏകാധിപതിയായിരുന്നു. കിം മിൽ സുൻ നിന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവരൊക്കെ ഒരു ഏകാധിപതിയാണ്. കമ്മ്യൂണിസം എപ്പോഴും ഒരു ഏകാധിപത്യത്തിന് വഴിവെക്കും. അതുപോരാതെ കമ്മ്യൂണിസത്തിൽ സുതാര്യതയില്ല. പിന്നെ അത് മാത്രമല്ല, കമ്മ്യൂണിസം വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും വളരാൻ സാധിക്കില്ല.
എന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിന് ഒരിക്കലും ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു ടൈം പീരീഡിന് ശേഷമുള്ള ഒരു ഗ്രോത്ത് കമ്മ്യൂണിസത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ, സിനിമയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷകനായിട്ടുള്ള മാലാഖയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ കമ്മ്യൂണിസം ഒരു ചെന്നായാണ്. ലോകത്തെ ഏറ്റവും ക്രൂരരായിട്ടുള്ള ഭരണാധികാരികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള മാവോ 5 കോടി ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. സ്റ്റാലിൻ 2 കോടി, ലെനിൻ 1 കോടിയോ 1.5 കോടിയോളം ജനങ്ങളെ. കംബോഡിയയിലെ ജനങ്ങളിലെ 1/3 കൊന്നൊടുക്കിയ പോൾ പോൾട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്നു. ഇതൊക്കെ സത്യങ്ങളാണ്. ഹിറ്റ്ലറൊന്നും ഈ ഒരു ലിസ്റ്റിലല്ലേ. ഹിറ്റ്ലറൊക്കെ ഇതിനും താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിത്രങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസം വെച്ചിട്ട് ഒരു രാജ്യത്തിന് വളരാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ചൈന എന്തുകൊണ്ട് ഇത്ര വലിയൊരു എക്കണോമി ആയിട്ട് നിൽക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ചൈന അവിടുത്തെ ബിസിനസ്, വാണിജ്യങ്ങൾ, അവിടുത്തെ മാർക്കറ്റ് ലോകരാജ്യങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. അവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യാനും പുറത്തേക്ക് കയറ്റുമതി ചെയ്യാനും ഒക്കെയാണ് ചൈന ചെയ്തിട്ടുള്ളത്. അവർ ഭരണം മറ്റു കാര്യങ്ങളിൽ മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ. ഈ വ്യവസായ മേഖലകളിലൊന്നും ചൈന കമ്മ്യൂണിസം ചെയ്യുന്നില്ല. അവർക്കറിയാം കമ്മ്യൂണിസം സോഷ്യലിസം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യത്തിന് വളരാൻ സാധിക്കില്ല എന്ന്. ഒരു വട്ടം ചൈനയ്ക്ക് അത് അനുഭവം ഉള്ളതാണ്, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് വഴി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം. ഇനി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.